ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ മാത്സിലെ 6ാമത്തെ പാഠഭാഗമായിട്ടുള്ള ആഡിങ് അഗെയിൻ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പാഠഭാഗത്തിൽ നിന്ന് നോക്കാം അല്ലേ. ആഡിങ് എന്ന് പറഞ്ഞാൽ കൂട്ടുക. ആഡിങ് അഗെയിൻ വീണ്ടും കൂട്ടുകയാണ്. ഇവിടെ ഒരു വില്ലേജ് ഫെസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ വില്ലേജ് ഫെസ്റ്റ് ഈസ് ബീങ് ഹെൽഡ് അറ്റ് നെന്മമുക്ക്. ദർ ആർ ഓൾ കൈൻഡ്സ് ഓഫ് കോണ്ടസ്റ്റൻസ് ഫോർ കിഡ്സ്. അപ്പോൾ എന്താണ്, നെന്മമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വില്ലേജ് ഫെസ്റ്റ് നടക്കുകയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികൾക്കുള്ള പരിപാടികളുമുണ്ട്. അനു ആൻഡ് അലൻ ആർ ഇൻ ദ ലീപ്പിംഗ് കോണ്ടസ്റ്റ്. അപ്പോൾ അലനും അനുവും കൂടി ലീപ്പിംഗ് കോണ്ടസ്റ്റിനാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, അനു ഈസ് ജമ്പിങ് ഓൺ ആൾട്ടർനേറ്റീവ് റെക്റ്റാങ്കിൾസ് വിത്തൗട്ട് സ്റ്റെപ്പിംഗ് ഓൺ ദ ലൈൻസ്. അപ്പോൾ അനു ചാടുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾസിലാണ്. അഥവാ ഇപ്പോൾ 1ൽ ചാടിക്കഴിഞ്ഞാൽ 2ൽ ചാടില്ല, 3ൽ ചാടും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ചാടുന്നത്. ആ ഒരു ലൈനിൽ ടച്ച് ചെയ്യാതെയാണ്. ഷീ ഗെറ്റ്സ് ദ ഗൂസ്ബെറീസ് ഓൺ ദ റെക്റ്റാങ്കിൾസ് ഷീ കവേഴ്സ്. അപ്പോൾ അനു ഓരോ റെക്റ്റാങ്കിൾ കവർ ചെയ്യുമ്പോഴും 2 ഗൂസ്ബെറീസ് വെച്ച് കിട്ടുകയും ചെയ്യും. കളർ ദ റെക്റ്റാങ്കിൾസ് അനു ഹാസ് കവേർഡ്. അപ്പോൾ അനു കവർ ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിൾസിന് നിങ്ങൾ എന്ത് കൊടുക്കണം? കളർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം. നമ്മുടെ അനു തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ്. അപ്പോൾ 1ൽ ചാടാൻ വേണ്ടി പറ്റില്ല, ആൾട്ടർനേറ്റീവായിട്ട് നേരെ പോയത് 2ലാണ് അല്ലേ. അപ്പോൾ 2ന് നിറം കൊടുക്കുക. പിന്നെ 3ൽ പറ്റില്ല, 4ൽ ചാടി. പിന്നെ 5ൽ പറ്റില്ല, നേരെ പോയത് 6ലേക്കാണ്. അപ്പോൾ 6ന് കളർ കൊടുക്കാം. ഇനി 7ന് പറ്റില്ല, നേരെ പോയത് 8ലേക്കാണ്. 8ന് നിറം കൊടുക്കുക. 9ൽ പറ്റില്ല, പിന്നെ പോയത് 10ലേക്കാണ്. ഇങ്ങനെയാണ് അനു പോയിട്ടുള്ളത്. അലൻ ഈസ് കോമ്പറ്റിംഗ് ഇൻ ദ കോണ്ടസ്റ്റ് ഫോർ സീനിയർ കിഡ്സ്. അപ്പോൾ അലൻ സീനിയർ കിഡ്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇൻ ഇറ്റ് വൺ ഹാസ് ടു സ്കിപ്പ് അക്രോസ് 4 റെക്റ്റാങ്കിൾസ് ഇൻ എവറി ലീപ്പ്. അപ്പോൾ ഇവിടെ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റീവ് ആണ്, പക്ഷേ ഇവിടെ 4 ആണ് നമ്മൾ ലീവ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ചാടണം. അഥവാ സ്റ്റാർട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് നേരെ 5ലാണ്, പിന്നെ 10ൽ, പിന്നെ 15 അങ്ങനെ വേണം പോവാൻ. ഈച്ച് സച്ച് റെക്റ്റാങ്കിൾ ഹാസ് 5 ഗൂബറീസ്. അപ്പോൾ ഓരോ റെക്റ്റാങ്കിൾസിലും 5 ഗൂബറീസ് വെച്ച് ലഭിക്കുകയും ചെയ്യും. ലെറ്റ്സ് കംപ്ലീറ്റ് ദിസ് ടേബിൾ. അപ്പോൾ ഈ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഗൂസ്ബെറീസ് അനു ഗോട്ട്. അനുവിന് ആദ്യം ചാടിയത് 2ലായിരുന്നു, പിന്നെ അപ്പോൾ 2 കിട്ടി. പിന്നെ ചാടിയത് 4ലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും 4 ഗൂസ്ബെറീസ് കിട്ടി. പിന്നെ അടുത്തത് 6ലാണ്. അപ്പോൾ 6 ഗൂസ്ബെറീസ്, പിന്നെ 8 ഗൂസ്ബെറീസ്, പിന്നെ 10, പിന്നെ 12. ഇത്രയാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി അലന് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? ആദ്യം 5, പിന്നെ കിട്ടിയത് 10. 5ൻ്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്യുക. പിന്നെ 10ൻ്റെ കൂടെ 5ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 15 എന്ന് കിട്ടും. 15ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 20. 20യുടെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 25. 25ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 30. അപ്പോൾ ഇങ്ങനെയായിരിക്കും അനുവിനും അതുപോലെ തന്നെ നമ്മുടെ അലനും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. There are 10 teams for the kids and each has 2 കിഡ്സ്. അപ്പോൾ കിഡ്സ് മത്സരത്തിന് ഒരു ടീമിൽ 2 പേരാണുള്ളത്, 10 ടീമാണുള്ളത്. അപ്പോൾ ഹൗ മെനി ഇൻ ഓൾ, എത്ര പേരുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ടീമിലുള്ളത് എത്ര പേരാണ്? 2 പേരാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ടീം 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 12, 12 + 2 14, 14 + 2 16, 16 + 2 18, 18 + 2 എന്ന് പറയുന്നത് 20. അപ്പോൾ ആകെ 20 പേരാണ് ഉണ്ടാവുക. ഇനി ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടി ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ 2 പേരുള്ള 10 ടീമാണുള്ളത്. അപ്പോൾ 2 × 10 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 20 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് നമ്പർ 77 ആണ്. ഇവിടെ ലഞ്ചാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ പിക്ചർ നോക്കൂ, കുറേ ടേബിളും അതുപോലെ തന്നെ ലീവ്സും ഒക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലുക്ക് അറ്റ് ദി പിക്ചർ. നമ്മളടുത്ത് ഈ പിക്ചർ നോക്കാൻ ഹൗ മെനി പ്ലാന്റെയിൻ ലീവ്സ് ആർ സെറ്റ് അപ്പ് ഫോർ ലഞ്ച്. ഇവിടെ ലഞ്ചിന് എത്ര ലീവ്സ് ആണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോന്നിലും ഉള്ളത് 3 വെച്ചിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അവിടെ ചോദിച്ചിട്ടുണ്ട് ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ 1 2 3 4 6 ടേബിൾ ആണുള്ളത്. അപ്പോൾ 6 ടേബിൾ ഉണ്ട്, ഓരോന്നിനും 3 ലീവ്സ് വീതമുണ്ട്. അപ്പോൾ 6 × 3 എന്ന് പറയുന്നത് 18 ആണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ 3 എന്നുള്ളത് 6 ടൈംസ് നമുക്ക് എഴുതാം. 1 2 3 4 5
6 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നത് 18 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചുള്ളിടത്ത് നമ്മൾ എന്തോ എഴുതി കൊടുക്കുക, 18 എന്ന് എഴുതി കൊടുക്കുക. ഹൗ മെനി ലീവ്സ് ആർ ദർ ഇൻ ഓൺ എ ടേബിൾ? ഒരു ടേബിളിൽ എത്ര ലീവ്സ് ആണുള്ളത്? 3 ലീവ്സ് ആണുള്ളത് അല്ലേ. ദെൻ ഹൗ മെനി ടേബിൾസ് ആർ ദർ? എത്ര ടേബിൾ ഉണ്ട്? 6 ടേബിൾ ഉണ്ട്. ദെൻ ഹൗ മെനി ലീവ്സ് ആർ ദർ? എത്ര ലീവ്സ് ഉണ്ട്? 18 ലീവ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി വിത്ത് വൺ മോർ ടേബിൾ ഹൗ മെനി ലീവ്സ് ക്യാൻ ബി സെറ്റപ്പ്? ഇനി ഒരു ടേബിളും കൂടെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലീവ്സ് ഇടാൻ വേണ്ടി പറ്റും? അപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ളത് ഇപ്പോൾ 18 ആണല്ലേ. അപ്പോൾ 18ൻ്റെ കൂടെ ഒരു ടേബിൾ അടുത്ത് എടുക്കുമ്പോൾ 3യും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 21 എന്ന് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ 7 ടേബിളായിട്ട് വരും. ഒരു ടേബിളിൽ 3 എണ്ണം. അപ്പോൾ 7 × 3 എന്ന് പറയുന്നത് 21. അപ്പോൾ എങ്ങനെയായാലും 21 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേയിലും നിങ്ങൾക്ക് ഈ 21 എന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, പേജ് നമ്പർ 78 ആണ്, ബലൂൺസ് ആണ്. ഇവിടെ സി ഹൗ 3 ബലൂൺസ് ഓഫ് ദ സെയിം കളർ ആർ ടൈഡ് ടുഗെദർ. ഒരേ നിറമുള്ള 3 ബലൂൺ വീതം ഒരുമിച്ച് ടൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ബലൂൺസ് ഇൻ ഓൾ. അപ്പോൾ ആകെ എത്ര ബലൂൺ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആകെ എത്ര ഗ്രൂപ്പാണുള്ളത്? 1 2 3 4 5 6 ആണുള്ളത് അല്ലേ. 6 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഓരോന്നിനും എത്ര ബലൂൺ ഉണ്ട്? 3 ബലൂൺസ് വീതമുണ്ട്. അഥവാ 6 × 3 എന്ന് പറയുന്നത് 18. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. ഇവിടെ ഓരോന്നിലും 3 എണ്ണമാണ്. ഒന്നാമത്തെ ബലൂണ്, രണ്ടാമത്തെ ബലൂണ്, മൂന്നാമത്തെ ബലൂണ്, നാലാമത്തെ ബലൂണ്, 5 6 ബലൂണ്, ആകെ 18 എണ്ണം ആവും. 18 ബലൂൺസ് ആണ് അവിടെ ടോട്ടൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലും ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ബലൂൺസ് ഓഫ് ദ സെയിം കളർ ഇൻ ദ ടേബിൾ. ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത് അനുസരിച്ച് ഓരോ നിറത്തിലുള്ള ബലൂണുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കണം. ഒന്നാമത്തേത് നോക്കൂ, ഇവിടെ 2 ഗ്രൂപ്പാണുള്ളത് അല്ലേ. ഇതിൽ 3 എണ്ണം ഉണ്ട്, ഇതിൽ 3 എണ്ണം ഉണ്ട്. അഥവാണ് 3 + 3 എന്ന് പറയുന്നത്. അതിന് നമുക്ക് 2 × 3 പറഞ്ഞിട്ടും എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ നോക്കൂ, 3 ഇതാണുള്ളത് അല്ലേ. 3 ബലൂണിൻ്റെ കൂട്ടമാണുള്ളത്. അപ്പോൾ ഒന്നാമത്തേതിൽ 3 ഉണ്ട്, രണ്ടാമത്തേതിൽ 3 ഉണ്ട്, മൂന്നാമത്തേതിലും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 × 3 എന്ന് പറയാൻ വേണ്ടി പറ്റും. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇനി ഇവിടെ 1 2 3 4 5 ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 5 ടൈംസ് 3നെ കൂട്ടി നോക്കാം. 1 2 3 4 5 എത്രയായി? 3 × 5 ആയി. 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. ഹൗ മെനി ബലൂൺസ് ഇൻ ഓൾ? അപ്പോൾ ഇത് മൊത്തം ആകെ എത്ര ബലൂൺ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യത്തേതിൽ 6 ബലൂൺസ് ഉണ്ട്, പിന്നത്തേതിൽ 9 ബലൂൺസ് ഉണ്ട്, പിന്നത്തേതിൽ 15 ബലൂൺസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടി നോക്കാം. 15 + 9 + 6 അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടുക. 5ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 14 ആയി. 14ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 15 ആയി. ഓക്കെ, സോ 1 ആഡ് ചെയ്തിടുക. സോറി 15 അല്ല, ഈ ഒരുപാട് 5ഉം കൂടി ഉണ്ടല്ലേ. 20 ആയി അല്ലേ. 20 ആയി. 2 ക്യാരി ഫോർവേഡ് ചെയ്യുക. 2ഉം 1ഉം 3. അപ്പോൾ ഇത്രയായി? ടോട്ടൽ 30 ബലൂൺസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ 30 എന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ ടേബിൾ നോക്കൂ, ആദ്യം കൊടുത്തിട്ടുള്ളത് ഒരു 3 ബലൂൺസ് ഒരുമിച്ചാണല്ലേ. അപ്പോൾ അവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് എഴുതണം? 1 × 3 ആണല്ലേ. 1 × 3 എന്ന് എഴുതി കൊടുക്കുക. 1 × 3 1 × 3 = 3. നെക്സ്റ്റ് നോക്കൂ, 1 2 ആണല്ലേ. അപ്പോൾ ഇവിടെ 3 + 3 എന്നുള്ളത് 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. 2 × 3 ആണ്, അഥവാ 2 × 3 = 6 ആണ്. നെക്സ്റ്റ് 1 2 3 ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി കൊടുക്കണം? 3 × 3 ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ എഴുതുക 3 × 3. ദെൻ 3 × 3 എത്രയാണ്? 9. 3 × 9 എന്ന് പറയുന്നത് 9 ആണ്. നെക്സ്റ്റ് 1 2 3 4 ആണ്. അപ്പോൾ 4 ടൈംസ് എഴുതുക. 1 2 3 4. ഇവിടെ എന്ത് എഴുതുക? 4 × 3. ഇവിടെ എന്ത് എഴുതി കൊടുക്കുക? 4 × 3 = 12. നെക്സ്റ്റ് 1 2 3 4 5 ആണ്. ഇവിടെ 5 ടൈംസ് 3 ആഡ് ചെയ്തിട്ടുണ്ട്. 5 × 3 5 × 3 = 15 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 1 2 3 4 5 6 ആണ്. 6 ടൈംസ് 3 ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 3
4 5 6. ഇവിടെ എഴുതാം 6 times 3. ഇവിടെ എന്താവും 6 into 3 equal to 18 എന്നുള്ളത് വരും. നെക്സ്റ്റ് 1 2 3 4 5 6 7. ഇവിടെ എന്താ എഴുതുക 7 times 3 ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7. ഇവിടെ എഴുതുക 7 times 3. 7 into 3 equal to 21. നെക്സ്റ്റ് 1 2 3 4 5 6 7 8. അപ്പോൾ 8 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം 3 ആഡ് ചെയ്ത് കൊടുക്കണം. 1 2 3 4 5 6 7 8. 8 times 3. 8 into 3 equal to 24. ഓക്കെ, അപ്പോൾ എല്ലാമായി. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഈ രീതിയിൽ വേണം നിങ്ങൾ എഴുതി കൊടുക്കാൻ. അപ്പോൾ നമുക്കറിയാം 8 തവണ അല്ലെങ്കിൽ 8 times 3 ആഡ് ചെയ്യുന്നതും 8 into 3 എന്ന് പറയുന്നതും രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം. ഇവിടെ 9 into 3 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളവിടെ 8 into 3 വരെ നോക്കിയല്ലോ. 9 into 3 എന്ന് പറയുന്നത് 27 ആണ്. 10 into 3 നമുക്കറിയാം 30 ആണ്. 11 into 3 എന്ന് പറയുന്നത് 33 ആണ്. 12 into 3 എന്ന് പറയുന്നത് 36 ആണ്. ഇനി ഇവിടെ 100 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. 100 not 1 into 3 എന്ന് പറയുന്നത് 303 ആണ്. 100 not 2 into 3 എന്ന് പറയുന്നത് 306 ആണ്. ഇനി 103 into 3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം ഇതിൻ്റെ കൂടെ 3 into 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 9 ആണല്ലേ. അപ്പോൾ 300 + 9 എന്ന് പറയുന്നത് 309. നെക്സ്റ്റ് നമുക്ക് എത്ര എഴുതി കൊടുക്കാം? 104 into 3 equal to 312. ഇനി നെക്സ്റ്റ് 110 into 3 എന്ന് പറയുന്നത് 330 വരും. 120 into 3 എന്ന് പറയുന്നത് 360 എന്ന് വരും. ഇവിടെ ഒരെണ്ണം എഴുതി കൊടുക്കാം. 130 into 3 എന്ന് പറയുന്നത് 390 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ 103 into 3 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ നമ്മൾ 3 തവണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതും ഇതേ സെയിം ആൻസർ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് പേജ്. ഡിഫറെൻറ്റ് വേസ്. ഇവിടെ 6 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേയിൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറ്റും? 3യുടെ ഡബിൾ ആണ് 6 എന്ന് പറയാം അല്ലേ. അതുപോലെ 2 into 3 ആണ് 6 എന്ന് പറയാം. 2 3s ടുഗെദർ, 2 3സും കൂടെ ഒരുമിച്ച് ചേർന്നതാണ് 6 എന്ന് പറയാം. 3 റിപ്പീറ്റഡ് ട്വൈസ്, എന്താണ് 3 2 പ്രാവശ്യം 2 തവണ ആയിട്ടുള്ളതാണ് 6 എന്ന് പറയാൻ വേണ്ടി പറ്റും. 2 times 3 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 3നെ വ്യത്യസ്തമായിട്ടുള്ള 6നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ ജസ്റ്റ് പറഞ്ഞതാണ്. നെക്സ്റ്റ് ഡബിളിംഗ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് 3 ഡബിൾഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 + 3 ആണല്ലോ, അല്ലെങ്കിൽ 2 into 3 എന്ന് പറയുന്നത് 6 എന്നാണ് അതിൻ്റെ ഡബിൾ. ഇനി 4ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 4 + 4 ആണ്. 4 + 4 ആണ്. അല്ല എന്നുണ്ടെങ്കിൽ 2 into 4 ആണ്. എത്രയാണ്? 8 എന്ന് ഉത്തരം കിട്ടും. ഇനി 5ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 5 + 5 ആണ്, അല്ലെങ്കിൽ 2 into 5 ആണ്. 2 into 5 എന്ന് പറയുന്നത് 10 ആണ്. ഇനി 10ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 10 + 10 ആണ്, അല്ലെങ്കിൽ 2 into 10 ആണ്. ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. നെക്സ്റ്റ് 20യുടെ ഡബിൾ എന്ന് പറയുന്നത് 20 + 20 ആണ് അല്ലേ, അഥവാ 2 into 20 ആണ്. എത്ര കിട്ടും? 40 എന്ന് ഉത്തരം കിട്ടും. 25ൻ്റെ ഡബിൾ 25 + 25 ആണ്, അല്ലെങ്കിൽ 2 into 25 ആണ്. ഉത്തരം 50 എന്ന് കിട്ടും. 50യുടെ ഡബിൾ എന്ന് പറയുന്നത് 50 + 50 ആണ്, അല്ലെങ്കിൽ 2 into 50 ആണ്. 100 എന്ന് ഉത്തരം കിട്ടും. 100ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 100 + 100 ആണ്, അഥവാ 2 into 100 ആണ്. എത്ര ഉത്തരം കിട്ടും? 200 എന്ന ആൻസർ കിട്ടും. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ. ഈ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഏതൊരു നമ്പർ എടുത്തിട്ടും അതിൻ്റെ ഡബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതേ സംഖ്യ കൊണ്ട് ആഡ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ഡബിൾ ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ മതി എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് കുടുംബശ്രീ സ്റ്റാളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആഫ്റ്റർ ലഞ്ച് അനു വെന്റ് ടു ദ കുടുംബശ്രീ സ്റ്റാൾ. ദേ ആർ മേക്കിംഗ് പാക്കറ്റ്സ് ഓഫ് സോപ്പ് ബാർസ് 4 in each. ദേ വാണ്ട് ടു മേക്ക് 5 packets. ഹൗ മെനി ബാർസ് ഡു ദേ നീഡ്? അടുത്തതായിട്ട് എന്താണ്? അനു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടുംബശ്രീയുടെ സ്റ്റാളിൽ പോവുകയാണ്. അവിടെ പോയപ്പോഴാണ് സോപ്പ് ബാറ് അവർ മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 4 സോപ്പ് വീതമാണ് വെക്കേണ്ടത്. അങ്ങനെ അവർക്ക് 5 പാക്കറ്റ്സ് വേണം.
ഇനി വാട്ട് ഐ കാൽക്കുലേറ്റഡ്, അപ്പോൾ എത്ര സോപ്പ് വേണം എന്നുള്ളതാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5 പാക്കറ്റ് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എത്ര സോപ്പ് വേണം? അപ്പോൾ നമുക്കറിയാം ആകെ പാക്കറ്റുകൾ എത്രയാണ്? ടോട്ടൽ പാക്കറ്റ്സ് എന്ന് പറയുന്നത് പാക്കറ്റ്സ് 5 ആണല്ലേ, 5 ആണ്. ഇനി ഹൗ മെനി സോപ്സ് ആണ് ഈച്ച് പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട്? ഓരോന്നിനും 4 സോപ്പ് വീതമാണുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടിയാൽ മതി? നമുക്ക് ഇതിനെ 5 തവണ കൂട്ടിയാൽ മതി. 4 + 4 + 4 + 4 1 2 3 4 + 4. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? 5 × 4 ചെയ്ത് നോക്കുക. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ എത്ര സോപ്പ് അവർക്ക് വേണം? 20 സോപ്സ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. റിലേ റേസ് ആണ്. 4 ടീംസ് കംപ്ലീറ്റഡ് ഇൻ ദ റിലേ റേസ്. ഈച്ച് ടീം ഹാസ് 4 റണ്ണേഴ്സ്. ഹൗ മെനി ഇൻ ഓൾ ദ റേസേഴ്സ്? അപ്പോൾ അവരെന്താണ് അടുത്തതായിട്ട് അവർ റിലേ റേസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ടീമിൽ 4 പേരാണ് മത്സരിച്ചിട്ടുള്ളത്. അങ്ങനെ 4 ടീമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ എത്ര പേരുണ്ടായിരിക്കും? ഒരു ടീമിൽ 4 പേരാണുള്ളത്, 4 ടീമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 4 × 4 = 16. അപ്പോൾ 16 ആളുകളാണ് അതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 3 5s = how many 3s? 3 അഞ്ചുകൾ ചേർന്ന സംഖ്യ എത്ര 3 ചേർന്നതിന് തുല്യമാണ്? അഥവാ 3 അഞ്ചുകൾ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 5 5 5 3 5 ആയല്ലേ, 15 എന്നായിട്ട് ഉത്തരം കിട്ടും. ഇനി 3 അഞ്ചുകൾ എത്ര 3കൾ ചേർന്നതിന് തുല്യമാണ് 15 എന്ന് പറയുന്നത്? എത്ര 3കൾ ചേരണം 15 കിട്ടണമെങ്കിൽ? നമുക്കറിയാം 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. 3യുടെ ടേബിൾ എടുക്കുകയാണെങ്കിൽ 3 × 5 ആണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ 5 × 3 ചേരണം. 1 2 3 4 5 5 ടൈംസ് ചേരുമ്പോഴേ 15 ആവുകയുള്ളൂ. നെക്സ്റ്റ് വൺ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. Those who have come first in the competitions are to be given 4 vegetable seedlings each. അപ്പോൾ ആരാണോ ഈ മത്സരത്തിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് അവർക്ക് എന്താണ് കിട്ടുന്നത്? 4 വെജിറ്റബിൾ സീഡ്സ് ആണ് കിട്ടുന്നത്. There were 7 competitions. How many seedlings are needed? അപ്പോൾ ഇവിടെ ആകെ 7 കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സീഡ്ലിങ്സ് ആവശ്യമാണ്? 7 കോമ്പറ്റീഷൻ ആണ് ഉണ്ടായിരുന്നത്. 4 സീഡ്ലിങ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 7 × 4 എന്ന് പറയുന്നത് 28. അപ്പോൾ 28 സീഡ്ലിങ്സ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത് എന്ന് പറയാം. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. 5 4 makes എന്നുള്ളതാണ് അടുത്തതായിട്ട് ഇവിടെ ചെയ്യാനുള്ളത്. ഇവിടെ എന്താണ്? 5 4 മേക്ക് ചെയ്യുമ്പോൾ 5 × 4 എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 4 makes എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 6 4 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 × 4 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് എഴുതി കൊടുക്കാം? നെക്സ്റ്റ് 7 എഴുതാമല്ലേ. 7 4 make. ഇനി ഇവിടെ 7 × 4 ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 7 × 4 = 28 എന്ന് വരും. നെക്സ്റ്റ് വേണം നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 8 ആണല്ലേ. 8 4 make. 8 4 ചേർന്ന് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8. 8 × 4 എന്ന് പറയുന്നത് 32 ആണ്. നെക്സ്റ്റ് വൺ എന്ത് എഴുതി കൊടുക്കാം? 8 കഴിഞ്ഞാൽ 9 ആണല്ലേ. അപ്പോൾ 9 4 make. 9 × 4 ആഡ് ചെയ്ത് കൊടുക്കണം. 1 2 3 4 5 6 7 8 9. 9 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 9 × 4 = 36 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് അവിടെ എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട. 10 4 make എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? 10 × 4 = 40. ഓക്കെ. ദെൻ 12 4 makes എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 12 × 4 = എത്രയാണ്?
4ൻ്റെ കൂടെ 40യുടെ കൂടെ 8ഉം കൂടെ ആഡ് ചെയ്യുക 48. ഇനി 14 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 56 ആണ്. 20 × 4 എന്ന് പറയുന്നത് നമുക്കറിയാം 10 × 4 40 ആണ്. അപ്പോൾ 20 × 4 എന്ന് പറയുന്നത് 40 + 40 ആണല്ലേ, അഥവാ 80 എന്ന് കിട്ടും. ഇനി 16 × 4 എന്ന് പറയുന്നത് 64 ആണ്. അതുപോലെ തന്നെ 15 × 4 എന്ന് പറയുന്നത് 60 ആണ്. 18 × 4 എന്ന് പറയുന്നത് 72 ആണ്. 13 × 4 എന്ന് പറയുന്നത് 52 ആണ്. ഈ രീതിയിൽ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ ഫൈനൽ മീറ്റിംഗ് ആണ്. സി ഹൗ ചെയേഴ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് വേണ്ടി ചെയർ അറേഞ്ച് ചെയ്തതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ദർ ആർ 6 ചെയേഴ്സ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലും 6 ചെയേഴ്സ് ആണുള്ളത്. ദ ചിൽഡ്രൻ സീറ്റ് ഇൻ ദ ഫസ്റ്റ് 3 റോസ്. അപ്പോൾ കുട്ടികൾ ഫസ്റ്റ് 3 റോയിൽ ഇരുന്നു. ദെൻ ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ. അപ്പോൾ എത്ര കുട്ടികളാണ് ഇരുന്നിട്ടുണ്ടാവുക? 6 കുട്ടികളാണ് ഇരുന്നത് അല്ലേ. ഫസ്റ്റത്തെ നമുക്കറിയാം 6 ചെയേഴ്സ് ആണുള്ളത്, 3 എണ്ണത്തിലിരുന്നു. അപ്പോൾ 3 പ്രാവശ്യം 6 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 6 + 6 + 6 എന്ന് വരും. 3 × 6 എന്ന് പറയുന്നത് 18 എന്ന് ഉത്തരം കിട്ടും. ഹൗ മെനി ക്യാൻ സിറ്റ് ഇൻ ദ നെക്സ്റ്റ് 6 റോസ്. ഇനി 6 റോക്സിൽ എത്ര പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും? 6 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം? 6 കൂട്ടി നോക്കണം. 1 2 3 4 5 6. എത്ര കിട്ടും? 6 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 36. അപ്പോൾ 36 ആളുകൾക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ചിൽഡ്രൻ സാറ്റ് ഇൻ ദീസ് റോ ടു. ഹൗ മെനി ചിൽഡ്രൻ വുഡ് ബി ദർ ഇൻ ഓൾ. അപ്പോൾ ഇവിടെയും കൂടെ എന്ത് ചെയ്തു? കുട്ടികൾ തന്നെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ആദ്യം കുട്ടികൾ 3 റോയിൽ ഇരുന്നത് എത്രയായിരുന്നു? 18 ആയിരുന്നു അല്ലേ. പിന്നെ ഈ ഒരു 36ഉം കൂടെ ഇരുന്നു. അപ്പോൾ 18 + 36 എന്ന് പറയുന്നത് 54 ആണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 6ഉം ആ 3യും കൂടെ ആഡ് ചെയ്യുക. 6ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും അല്ലേ. അപ്പോൾ 9 × 6 ചെയ്താലും മതി. അഥവാ 9 × 6 എന്ന് പറയുന്നതും എത്രയാണ്? 54 ആണ്. അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി താഴെ ചോദിച്ചിട്ടുള്ളത് there are 10 more rows to be filled. How many more can sit there? അവിടെ 10 വരികൾ കൂടെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും? അഥവാ 10 ചെയേഴ്സും കൂടെ 10 റോസും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു റോസിൽ 6 എണ്ണമാണ്. അപ്പോൾ 10 × 6 എന്ന് പറയുന്നത് 60 പേഴ്സൺസിന് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ദാറ്റ് ക്യാൻ സിറ്റ് ദർ. അപ്പോൾ അവിടെ ഇപ്പോൾ ടോട്ടൽ എത്ര ആളുകൾ ഇരുന്ന്? ആദ്യം ഇരുന്നത് 54 ആയിരുന്നു. ഇപ്പോൾ ഇരുന്നത് 60 ആണ്. അപ്പോൾ 54 + 60 എന്ന് പറയുന്നത് 114 എന്ന് 114 എന്ന് കിട്ടും. ഓക്കെ, 114. ഇനി മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ അപ്പ് ദ ടേബിൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഇതെന്താ ചെയ്യേണ്ടത് എന്ന് കൂട്ടുകാർക്ക് അറിയോ? ഇവിടെ ഒന്നും ചെയ്യാനില്ല. 1 × 1 എന്ന് പറയുന്നത് 1 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഇവിടെ 1ൻ്റെ അപ്പുറത്ത് നമ്മൾ എത്ര എഴുതി കൊടുക്കണം? 2ൻ്റെ ടേബിൾ നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 1 വരും. ദെൻ 2 3 4 5 6 7 8 9 10. ഇനി അടുത്തത് 2ൻ്റെ ടേബിളാണ്. 2 × 1 എന്ന് പറയുന്നത് എത്ര പറ്റും? 2 ആണ്. 2 × 2 എന്ന് പറയുന്നത് 4. 2 × 3 എന്ന് പറയുന്നത് 6. അങ്ങനെ 2ൻ്റെ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ 3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെ 3ൻ്റെ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. 15 18 21 24 27 30. നെക്സ്റ്റ് വൺ 4ൻ്റെ ടേബിളാണ് എഴുതേണ്ടത്. 4 വരും. ഇവിടെ 4 8 12 16 20 24 28 32 36 40. നെക്സ്റ്റ് 5ൻ്റെ ടേബിളാണ്. 5 10 15 20 25 30 35 40 45 50. നെക്സ്റ്റ് 6ൻ്റെ ടേബിളാണ്. 6 12 18 24 30 36 42 48 54 60. ഈ ടേബിൾ ജസ്റ്റ് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങളൊന്ന് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ ആഡ് ആൻഡ് മൾട്ടിപ്ലൈ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. 1 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ. 1 × 1 എന്ന് പറയുന്നത് 2 ആണ്. 2 + 3 എന്ന് പറയുന്നത് 5 ആണ്.
2 × 3 എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെ 2 + 3 + 4 എന്ന് പറയുന്നത് 9 ആണ്. 2 × 3 × 4 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ ഹിയർ വി ഗെറ്റ് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓൺ ആഡിങ് ആൻഡ് മൾട്ടിപ്ലൈ. ഇവിടെ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത് അല്ലേ. Can you find numbers which give the same number answer on adding and multiply? And ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും സെയിം ആയിട്ടുള്ള നമ്പർ കിട്ടുന്നത് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിനായിരുന്നു സെയിം നമ്പർ കിട്ടുന്നത്? 2 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ. അതുപോലെ 2 × 2 എന്ന് പറയുന്നതും 4 ആണ്. അപ്പോൾ അതാണ് അവിടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലുക്ക് അറ്റ് ഈച്ച് ആൻഡ് ഫിൽ അപ്പ് ദ റെസ്റ്റ്. അടുത്തത് നോക്കൂ. 2 × 3 എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 8 × 3 എന്ന് പറയുന്നത് 24 ആണ് അല്ലേ. ഇനി ഇവിടെ 2 × 4 എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ഡബിൾ ആണല്ലേ. 2 × 4 എന്ന് പറയുന്നത് അതിൻ്റെ 8 ആണ്, അതിൻ്റെ ഡബിൾ ആണ്. 4 × 4 എന്ന് പറയുന്നത് ഡബിൾ ആയിട്ട് വരും, 16 എന്ന് കിട്ടും. 8 × 4 എന്ന് പറയുന്നത് ഡബിൾ ആയിട്ട് 32 എന്ന് കിട്ടും. 2 × 5 10 ആണ്. 4 × 5 എന്ന് പറയുന്നത് 20 കിട്ടും. 8 × 4 എന്ന് പറയുന്നത് 40 കിട്ടും. ദെൻ 2 × 6 12 ആണ്. 4 × 6 എന്ന് പറയുന്നത് 24 ആണ്. 8 × 6 എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലായത്? ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൻ്റെ ഡബിളുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ആ ഒരു മൾട്ടിപ്പിളിൻ്റെ ഇരട്ടിയായിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് വണ്, വാട്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ടുഗെദർ ഗിവ് 12? 12 എന്നുള്ള ആൻസർ കിട്ടാൻ വേണ്ടി ഏതൊക്കെ നമ്പേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക? ഒന്ന് 2 × 6 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 12 × 1 എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 3 × 2 × 2 എന്ന് പറയുന്നതും 12 ആണ്. നെക്സ്റ്റ് വൺ 24 കിട്ടുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 1 × 24 എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 12 × 2 എന്ന് കിട്ടും. 4 × 6, അതുപോലെ തന്നെ 3 × 8. ഇതിനൊക്കെ ആൻസർ കിട്ടുന്നത് 24 ആണ്. ഇതുപോലെ നിങ്ങൾ 20 കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഏതൊക്കെ കിട്ടും 20 കിട്ടുന്നത്? 1 × 20 എന്ന് പറയുന്നത് 20 ആണല്ലേ. 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ 1 × 10 × 2 എന്ന് പറയുന്നത് 20 ആണ്. 2 × 10 എന്ന് പറയുന്നതും 20 ആണ്. അപ്പോൾ ഇതൊക്കെ 20 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടുന്നതാണ് ഈ എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിൽ അപ്പ് ദ സെൽസ് എന്നുള്ളതാണ് അടുത്തത്. 60 എന്നുള്ളത് ആൻസർ ആയിട്ട് വരുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്ന് 6 × 6ൻ്റെ കൂടെ എത്ര കൂട്ടണം? 10 കൂട്ടണം അല്ലേ. 6 × 10 എന്ന് പറയുന്നത് 60 ആണ്. 30 × 2 എന്ന് പറയുന്നത് 60 ആണ്. 12 × 5 എന്ന് പറയുന്നത് 60 ആണ്. 20 × 3 എന്ന് പറയുന്നത് 60 ആണ്. 50 × 4 എന്ന് പറയുന്നത് 60 ആണ്. 60 × 1 എന്ന് പറയുന്നതും 60 ആണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് 60 ഉത്തരമായിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വണ് പാഠഭാഗം കഴിഞ്ഞു, ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. അനു വെന്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഷീ വാണ്ടഡ് 5 pens. ദ പ്രൈസ് ഓഫ് 1 pen was 6 rupees and the price of a packet of 6 pens was 30 rupees. How much would Anu gain if she bought a packet? അപ്പോൾ അനു സൂപ്പർ മാർക്കറ്റിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അനുവിന് എന്ത് വേണം? 5 pens വേണം. അപ്പോൾ ഒരു പേനയ്ക്ക് 6 rupees ആണ്. പക്ഷേ 6 എണ്ണമുള്ള ഒരു പാക്കറ്റിന് 30 rupees ആണ് വില എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് പേന വാങ്ങിയാൽ അനുവിന് എന്താണ് നേട്ടം? അപ്പോൾ അവിടെ നോക്കൂ, ഇവിടെ നമ്മൾ 6 അല്ലേ, ഇവിടെ 6 rupees ഉള്ള ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഒരു പേനയ്ക്ക് വില വരുന്നത് 5 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് അവിടെ അനുവിനുള്ള ലാഭം എന്ന് പറയുന്നത്. ഈ 6 രൂപയ്ക്ക് ഒരു പേന വാങ്ങുന്നതിനേക്കാളും നല്ലത് 6 എണ്ണമുള്ള ഒരു പാക്കറ്റ് പേന വാങ്ങുന്നതാണെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വണ് ക്രിക്കറ്റ് മാച്ച് ആണ്. ഇനി എ ക്രിക്കറ്റ് മാച്ച് 1 over means bowling 6 balls. How many balls does a team bowl in a 20-20 match? അപ്പോൾ ക്രിക്കറ്റ് കളിയിൽ ഒരു ഓവറിൽ 6 തവണയാണ് പന്തെറിയുക. അപ്പോൾ അവിടെ 20-20 കളിയിൽ ഒരു ടീം എത്ര തവണ പന്തെറിയണം? 20-20 ആണല്ലേ. അപ്പോൾ അവിടെ 6 ടീംസ് ഉണ്ടായിരിക്കും. 20 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. ഇനി അടുത്തത്, ഇൻ 1 day മാച്ച് ഇൻ വിച്ച് ഈച്ച് ടീം ബൗൾസ് 50 overs, ഹൗ മെനി ബോൾസ് ആർ ബൗൾഡ് ഇൻ ഓൾ? 50 ഓവറിൻ്റെ ഒരു മത്സരം നടക്കുകയാണ്. ഒരു 1 day മാച്ചാണ് നടക്കുന്നത്. അപ്പോൾ 2 ടീമുകളും ചേർന്ന് എത്ര തവണ പന്തെറിയണം? അവിടെ 600 ടൈംസ് പന്തെറിയണം അല്ലേ. 600 ടൈംസ് അവിടെ പന്തെറിയണം. നെക്സ്റ്റ് വണ്ണ് നോക്കാം നമുക്ക്.
ഹൂ ഗോട്ട് മോർ റൺസ് എന്നുള്ളതാണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ റൺസ് സ്കോർഡ് ബൈ അലൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ക്രിക്കറ്റ് മാച്ച്. ഇവിടെ അലനും കൂട്ടുകാർക്കും ക്രിക്കറ്റ് മാച്ചിൽ കിട്ടിയിട്ടുള്ള റൺസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഫസ്റ്റത്തേത് അലൻ്റെയാണ്. 6 2 പ്രാവശ്യം അടിച്ചു. 2 പ്രാവശ്യം അടിക്കുമ്പോൾ 2 × 6 12 ആയി. ഇനി 5 4 എന്ന് പറയുന്നതോ 5 times 4 അടിച്ചു കഴിഞ്ഞാൽ അവിടെ 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. ഇനി 4 ഡബിൾസ് അടിക്കുമ്പോൾ 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. 5 സിംഗിൾസ് അടിക്കുമ്പോൾ അവിടെ 5 തന്നെയാണ്. ദെൻ ഇവിടെ 4 സിക്സേഴ്സ് അടിക്കുകയാണ്. അപ്പോൾ 4 × 6 ആണ് അല്ലേ. 4 × 6 എന്ന് പറയുന്നത് 24 ആണ്. ഇനി 3 4 അടിക്കുകയാണ്. അപ്പോൾ 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 2 ഡബിൾസ് അടിക്കുകയാണ്. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 2 സിംഗിൾസ് അടിക്കുകയാണ്. അപ്പോൾ 2 × 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ് നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അലന് കിട്ടിയിട്ടുള്ളത് നോക്കൂ, 12 20 8 5 ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടും? 45 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയിട്ടുള്ളത് 24 12 4 2 ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 42 എന്ന് കിട്ടും. ഹൂ ഗോട്ട് മോർ റൺസ്, ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? അലൻ ആണല്ലോ. അപ്പോൾ ഇവിടെ അലൻ എന്ന് എഴുതി കൊടുക്കാം. ഹൗ മെനി മോർ റൺസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അലന് കിട്ടിയത് 45 ആണ്. ഇവിടെ ഫ്രണ്ടിന് കിട്ടിയത് 42 ആണ്. 45 - 42 എന്ന് പറയുന്നത് 3 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇഫ് ഓൾ ദ ബോൾസ് ഇൻ 1 over ഓർ ഹിറ്റ്സ് 4 sixes ഹൗ മെനി റൺസ് വിൽ ഗെറ്റ് ദറ്റ്. ഒരു ഓവറിൽ 6 6 അടിച്ചു കഴിഞ്ഞാൽ എത്ര റൺസ് കിട്ടും? ഒരു ഓവർ എന്ന് പറയുന്നത് 6 എണ്ണമാണ് അല്ലേ. അപ്പോൾ 6 അടിച്ചു കഴിഞ്ഞാൽ 6 × 6 എന്ന് പറയുന്നത് 36 അവർക്ക് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇതോടുകൂടി പാഠഭാഗം കഴിഞ്ഞു. അടുത്തതായിട്ട് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.